ഹായ് ഗൈസ്, വെൽക്കം ടു ത്രിനികമറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഷോപ്പിംഗ് മീൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഗ്രോസറീസും ഡ്രസ്സും എല്ലാ ഐറ്റംസും. ഇപ്പം ഓണമൊക്കെ അല്ലേ വരുന്നത്. ഏതാ നാളെ ആണെങ്കിൽ തിരുവോണമാണ്. ഇത്ര പെട്ടെന്ന് നല്ല ദിവസങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോസ് ഒന്നും ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എടുത്തതല്ല കേട്ടോ, പല ദിവസങ്ങളായിട്ട് എടുത്തതാണ്. കാരണം ഈ ഓണവും ഷോപ്പിംഗ് ഒന്നും നമ്മൾ വിചാരിച്ച ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നതേ അല്ല, കുറെ ടൈം എടുക്കുന്നതാണ്. ഇതിപ്പോ ഞങ്ങൾ പോയിരിക്കുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏഞ്ചൽ വേവയ്ക്ക് മാത്രമേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്നുള്ളൂ കേട്ടോ. ആദ്യം റെഡിമെയ്ഡ് നോക്കിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് അത്ര, കാരണം ആള് സൈസ് ഇല്ലല്ലോ, 8 മാസമല്ലേ ഉള്ളൂ. അവിടെ ഇരിക്കുന്നതൊക്കെ 1 വയസ്സിന് മേലുള്ള പിള്ളേരുടെ ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ 1-2 പാവാടയൊക്കെ വെച്ചൊക്കെ നോക്കി ആൾക്ക്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചാണോ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പോപ്പീസിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ പോയി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവർക്ക് തുണി എടുത്ത് തയ്പ്പിക്കാമെന്ന് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് ഇറങ്ങിയ തുണിയിലും അല്ല കേട്ടോ തയ്ച്ചത്. അമ്മ പ്രത്യേകിച്ച് പിന്നെ തുണി പോയി എടുക്കുമായിരുന്നു കേട്ടോ ചെയ്ത ഏഞ്ചലിന്. എനിക്ക് പോവാൻ തീരെ മൂടില്ലായിരുന്നു. അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് പോയാണ് ഏഞ്ചലിന് വേണ്ട തുണി എടുത്തത്. ഇതിപ്പോ ഈ പാവാടയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കാണാൻ പിന്നെ നല്ല രസമുണ്ടായിരുന്നു. പോപ്പീസിന്റെ ഡ്രസ്സ് ഭയങ്കര സിമ്പിളായിട്ടിരിക്കുമായിരുന്നു. അത് പക്ഷെ അവർക്ക് ചേരുമായിരുന്നു. പക്ഷെ അത്രയും സിമ്പിളായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചേട്ടോ. ഇതിനിടയിൽ അമ്മ ജസ്റ്റ് സാരിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വെറുതെ നോക്കിയതായിട്ടോ, അങ്ങനെ മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒന്നും നോക്കിയതല്ല. എന്തായിരുന്നാലും ഓണം അല്ലേ, എന്തെങ്കിലും പുതിയ കളക്ഷൻസ്, പുതിയ മോഡൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുമായിരുന്നു. ഇതിപ്പോ ഏഞ്ചൽ ഇപ്പം ഇച്ചിരിയായിട്ട് അകളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ കയറി ഇരിക്കാനും പിടിക്കാനൊക്കെ ആകെ തോന്നും. അങ്ങനെ കുറച്ചേരം ഇരുന്ന് കളിയും ചിരിയൊക്കെ ആയിരുന്നു അവിടെ ഇരുന്ന്. എന്നിട്ട് ഞങ്ങള് ഡ്രസ്സൊക്കെ പിടിച്ചിറങ്ങി കേട്ടോ. ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടത് വേറൊരു കടയിലോട്ടാണ് കേട്ടോ. അതായത് ഈ മൈതാനത്ത് ഇങ്ങനെ ഡ്രസ്സും പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ വലിയ വിലക്കുറവിലൊക്കെ ഇങ്ങനെ ഓണം സമയത്തൊക്കെ വരാറുണ്ട്. അല്ലാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. ഇതിപ്പോ എന്റെ അനിയത്തിയാണ് കേട്ടോ പറഞ്ഞത്, അവിടെ ഇങ്ങനെ ഒരെണ്ണം നടക്കുന്നുണ്ട്, എല്ലാത്തിനും നല്ല റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് അങ്ങോട്ട് പോയേക്കാന്ന് കരുതി കേട്ടോ. ഇതിപ്പം ഞാനും പ്രിയയും ഏഞ്ചലിനെ കൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ, അവിടെ പോകാനുള്ളതുകൊണ്ട്. അമ്മ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പേനെ വിളിച്ചപ്പോ അപ്പ വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ അമ്മ ഞങ്ങളവിടെ നിൽക്കുന്നുണ്ടിട്ട് ഏഞ്ചലിനൊരു ബലൂണായിട്ട് വന്നതാണ് കേട്ടോ. പെട്ടെന്ന് അവർ ബലൂണ് കൊണ്ടുവന്ന് ഏഞ്ചലിന് കൊടുക്കുക. അപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അങ്ങനെ അവര് അമ്മയുടെ കയ്യിൽ ആ ബലൂൺ എത്തിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട ബലൂൺ അമ്മ ഞങ്ങളുടെ കയ്യിൽ തന്നു. ഈ കാണുന്ന സ്ഥലത്തിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പോയത് ഒരു സൺഡേ ആയത് കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാൽ തിക്കും തിരക്കും ഭയങ്കരമായിരുന്നു. എങ്ങനെയൊക്കെ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് ഇപ്പം ഏഞ്ചലും ഭയങ്കര കരച്ചിലും ബഹളവും. അവൾക്ക് എങ്ങനെയും അവിടെ നിന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിയാൽ കൊള്ളായിരുന്നു. ആ ഒരു മട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താണ്ടൊക്കെയോ മേടിച്ചിട്ട് ഇറങ്ങുവാണ് ചെയ്തത്. അവിടെ അത്രയും തിരക്കുള്ളത് കാരണം തന്നെ ഭയങ്കരമായിട്ട് ടൈം എടുത്തായിരുന്നു കേട്ടോ ബില്ലടിച്ച് കിട്ടാൻ. സാധനങ്ങൾ നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു ബില്ലടിക്കാൻ വരാൻ. അങ്ങനെ ലാസ്റ്റ് പ്രിയ എൻ്റെ കയ്യിൽ മോളെ തന്നിട്ട് അവള് വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. എഞ്ചല് കരഞ്ഞ കാരണം പ്രിയ ആണെങ്കിൽ അവളെ കൊണ്ട് വെളിയിൽ നിൽക്കുമായിരുന്നു ചെയ്തത്. എന്നിട്ട് അവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത്രയും കരയിച്ചിലായിരുന്നു ആള്. ഇപ്പൊ ഞങ്ങള് ഏഞ്ചൽ ഭാവിക്ക് ഒരു ഓണം ഷൂട്ട് പ്ലാൻ ചെയ്തില്ലായിരുന്നു. അപ്പം അതിന് വേണ്ട ഓർണമെന്റ്സ് ഒക്കെ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ആ കടയില്. അത് ഷൂട്ട് എടുക്കുന്നതിന്റെ തലേദിവസമാണ് പോയത്. ആദ്യം ഞങ്ങള് കയ്യിലുള്ളത് വെച്ച് ഒപ്പിക്കാന്നാ വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് എന്തായിരുന്നാലും എടുക്കാൻ തീരുമാനിച്ചു, നല്ല രീതിയിൽ തന്നെ എടുക്കാന്ന് വിചാരിച്ച് പോയി മേടിച്ചതാണ് കേട്ടോ സാധനം. ഈ കാണുന്ന അത്തപ്പൂക്കളം പോസ്റ്റ് ഓഫീസിലാണ് കേട്ടോ. അവിടം വരെ ഒന്നും പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയപ്പം അവിടുത്തെ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അന്നേരം കിട്ടിയ ക്ലിപ്സ് ഒക്കെയാണ് കേട്ടോ ഇത്. തീരെ വീഡിയോ എടുക്കണമെന്ന് പ്ലാനേ ഇല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പം ഒന്ന് എടുത്തേക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ. അവർ കുതിരേനെ വരെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നൊക്കെ. ഇതുപോലെ വേറൊരു ദിവസം അപ്പയുടെ ഓട്ടയിൽ പോകാൻ നേരത്ത് ആനേനെ കുരുക്കി വെച്ചിരിക്കുന്ന കണ്ടായിരുന്നു കേട്ടോ. അത് വിചാരിച്ച വീഡിയോ എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്നേരം വീഡിയോ എടുക്കുന്നതിന്റെ ചിന്തയൊന്നും വരാത്ത കാരണം അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തായിരുന്നാലും ഓണമൊക്കെ അല്ലേ വരുന്നത്. ഈ സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ കുട്ടി കുട്ടി മൺപാത്രത്തിൽ ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ.
ഞങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം മൺപാത്രങ്ങളുണ്ട്, അതെല്ലാം മേടിച്ചത് ഈ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇതിപ്പം കൊല്ലത്തുള്ളതൊന്നും അല്ല, തിരുവനന്തപുരത്തിനും തമിഴ്നാടിനും ബോർഡറിലുള്ളൊരു സ്ഥലമാണ്. പെട്ടെന്നൊരു ആവശ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥലത്തോട്ട് പോവേണ്ടി വന്നു. കയറിയേക്കാന്ന് കരുതി. പക്ഷെ കയറിയപ്പം അമ്മയ്ക്ക് പറയാൻ മാത്രം അങ്ങനെ തൃപ്തിയൊന്നും തോന്നിയില്ല ചട്ടികളിലും. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചു പോയ ടൈപ്പ് ചട്ടിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ആൻറ്റിക്ക് അമ്മേനെ വളരെ നന്നായിട്ട് അറിയാം കേട്ടോ, കാരണം ഞങ്ങൾ ഇവിടെ നിന്നല്ലേ കൂടുതലായിട്ട് ചട്ടി മേടിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ നേരം സംസാരിച്ച് നിൽക്കാനൊന്നും നിന്നില്ല. ആൻറ്റി അടുത്ത് ഇങ്ങനെ സുഖവിവരങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ അവിടുന്ന് ചട്ടിയൊന്നും മേടിച്ചില്ല. ഓൾറെഡി വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു ഓട്ടോയില്. അപ്പം അതിൻ്റെ കൂടെ ഇനി ചട്ടി എടുത്ത് വെക്കണ്ടേ എന്നൊക്കെ പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷമാണ് അമ്മ ചിന്തിച്ചതൊക്കെ. അതുകൊണ്ടങ്ങ് ആളൊന്നും മടിച്ചത് മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം തന്നെ ഏകദേശം ഒരു 6 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനി വീട്ടിൽ എത്താൻ ഒരുപാട് ലേറ്റ് ആകും. അപ്പം അതെല്ലാം കണ്ടിട്ടാണ് പിന്നെ പെട്ടെന്ന് ഇറങ്ങിയാലോ എന്നുള്ള ചിന്തയിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോ. അമ്മാമ്മയും കൂടെ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ ചട്ടിയൊക്കെ നോക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രായമുള്ളവർക്കാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിട്ട് നോക്കിയെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്നും അതില്ല. ഇതിപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാഞ്ഞിരം കുളമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എത്തിയപ്പം ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ ഏതോ ഒരു സൈസ് വെള്ളരി, അത് കഴിക്കുന്ന വെള്ളരിയാണെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലും ടെറസിൽ കുറച്ച് വെള്ളരിയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഞങ്ങൾ അങ്ങനെ വെള്ളരി കടയിൽ നിന്നൊന്നും മേടിക്കാറില്ല. പക്ഷെ ആ വെള്ളരി എല്ലാം കറി വെള്ളരിയാണ് കേട്ടോ, കഴിക്കുന്ന വെള്ളരിയാണ്, കറിക്ക് മാത്രമേ ഇടാൻ പറ്റൂ. ഇതമ്മ വേറെ ഏതോ ടൈപ്പ് വെള്ളരിയുടെ കാര്യമാണ് പറഞ്ഞത്. അതിവിടെ മാത്രമേ കിട്ടൂ, കൊല്ലത്തും അങ്ങനെ കിട്ടാറില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി നിർത്തിച്ചാണ് കേട്ടോ. അമ്മ ഉദ്ദേശിച്ച സാധനമൊക്കെ ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. ഓൾറെഡി ഇത്രയും യാത്ര ചെയ്തതിൻ്റെ നല്ല തലവേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് പോവേണ്ടിയൊക്കെ വന്നതായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര തലവേദനയും കാര്യങ്ങളായിരുന്നു. എന്തായിരുന്നാലും പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയില്ലേ, ഒരു ചായയും കൂടെ കുടിച്ചേക്കാന്ന് കരുതിയിട്ട് കുടിച്ചതാണ് കേട്ടോ. ഈ സ്ഥലം അമ്മയ്ക്ക് ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഓട്ടോയിരുന്നു ഫുള്ളും ഇതിനെപ്പറ്റി പറയുമായിരുന്നു. ഈ സ്ട്രീറ്റ് ലാമ്പും ഈ വിശാലമായിട്ട് കിടക്കുന്ന റോഡും ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നല്ല രസമായിരുന്നു അവിടെയൊക്കെ ഒന്ന് നോക്കി നിൽക്കാനൊക്കെ. ഞങ്ങൾ എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് തട്ടുകട കയറി ഫുഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. വീട്ടിൽ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയപ്പോൾ എടുത്തതായിരുന്നു കേട്ടോ. എന്തായിരുന്നാലും നാളെ തിരുവോണമാണ്, വീട്ടിൽ സദ്യ വെക്കണം. നല്ല വലിയ രീതിയിലൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. എന്തായിരുന്നാലും ഏഞ്ചലിൻ്റെ ഫസ്റ്റ് ഓണമല്ലേ, ഇതുവരെ ഏഞ്ചൽ അങ്ങനെ സദ്യ ഒന്നും കഴിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഒരു സദ്യ ഏഞ്ചലിന് വേണ്ടി ചെയ്യാമെന്ന് കരുതി. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ സദ്യ ചെയ്യുന്നത്. ഞങ്ങൾ ഈ പോയി കടയിൽ കേക്കിൻ്റെ ഫുൾ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം പ്രിയ നിൽക്കുന്നത് ഒരു കേക്കിൻ്റെ സെക്ഷനിലായിരുന്നു. ഏഞ്ചലിന് ഈ കാർട്ടൂൺ തീമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആഹ്ലാദവും ചിരിയും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് എടുക്കണം, കയ്യിൽ ഒന്ന് മേടിക്കണം. പിടിച്ചു വലിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ അതിടുന്ന എനിക്കിതാ എന്നുള്ള മട്ടില്. ബാക്കി ഇതുപോലത്തുള്ള ഇടത്തൊന്നും ആള് പറയാൻ മാത്രം അങ്ങനെ കൈ വെച്ചില്ല. അവർക്ക് ആ ചോട്ടാ ഭീമിനെയും മിസ്റ്റർ ബീനെയൊക്കെ കണ്ടപ്പോഴായിരുന്നു ഭയങ്കര സന്തോഷം. ഇതിപ്പം വീട്ടിലത്തേന് വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. കുറച്ച് സ്പൈസസും പിന്നെ ബാക്കി ചിലതൊക്കെ അവിടെ പോയതുകൊണ്ട് മേടിച്ചൊന്ന് മാത്രം. ഏഞ്ചൽ ഒരാളുടെ കൈ മാത്രം ഇരിക്കാതെ എല്ലാവരുടെയും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നേരം പ്രിയയുടെ കയ്യിലാണ് ഇരുന്നത്. പെട്ടെന്ന് നമുക്കൊരാഗ്രഹം അമ്മയുടെ കയ്യിലോട്ട് മാറാൻ. അങ്ങനെ അവിടെ വെച്ച് ചാടി മാറിയതാണ്. പിന്നെ പ്രിയ തന്നെ ആയിരുന്നു കേട്ടോ പില്ലടിക്കാനൊക്കെ നിന്നത്. അവിടെയും ഓണാഘോഷമായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും നല്ല ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിന്നതൊക്കെ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് ഇറങ്ങി. സംഭവം ഞങ്ങൾ നല്ല കണക്ക് പ്ലാനോടൊക്കെയാണ് കേട്ടോ പോയത്. വാട്സാപ്പിൽ തന്നെ എന്തൊക്കെ സാധനം മേടിക്കണം എന്നുള്ള ഒരു നോട്ടൊക്കെ ഇട്ടിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പം അവിടുത്തെ തിക്കും തിരക്കും എല്ലാം കണ്ടിട്ട് അതിൻ്റെ കാര്യം ഞങ്ങൾ ഓർമ്മയിൽ പോലും ഉണ്ടായിരുന്നില്ല. അന്നേരം ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ മാത്രം മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയത്. ഇതിപ്പം ഏഞ്ചൽ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ചീനാവുന്നുണ്ടായിരുന്നു, ഒന്ന് ചെറുതായിട്ട് വാശി പിടിക്കുകയും കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ആളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കടയിൽ കയറി അവൾക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുത്തു. അവളത് ഫുള്ളും കഴിച്ചില്ല, കാരണം അവൾക്ക് അങ്ങനെ പറയാൻ മാത്രം വിശപ്പോ കാര്യം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആളെ സമാധാനപ്പെടുത്തി ഇരുത്തണമായിരുന്നു, അതുകൊണ്ട് മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇതിപ്പം ഞാനും പ്രിയയുമായിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ജ്യൂസൊന്നും വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും ആ കടയിൽ നിന്ന് ദോശ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു.
അമ്മ ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്ന സമയം കൊണ്ട് വേറെ സൂപ്പർ മാർക്കറ്റിൽ പോയിരിക്കുമായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ ഇവിടെ എന്തോരം തിരക്കുണ്ടെന്ന്. ഞങ്ങൾ വന്നിറങ്ങിയപ്പോഴും ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് വരാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. നാളെ തിരുവോണമൊക്കെ അല്ലേ, അതായിരിക്കും ഇത്ര തിരക്ക്. പിന്നെ ഓണം അടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഫുള്ള് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല, കാരണം ഇത്ര ഇരട്ടിയപ്പോഴത്തേനും ഏഞ്ചിന് വാശി പിടിച്ച് കരയാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അപ്പേനെ വിളിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റിൽ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ ഇട്ടേക്കണേ.